ആണ്ടിലൊരിക്കൽ കുമ്പസാരിച്ചാൽ മതിയോ? പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്. എന്തിനാണ് കൂടെ കൂടെ കുമ്പസാരിക്കുന്നത്? തിരുസഭയുടെ കൽപ്പന അനുസരിച്ച് ആണ്ടിലൊരിക്കൽ മാത്രം കുമ്പസാരിച്ചാൽ പോരെ. ശരിക്കും കൽപ്പന ഒരിക്കൽ മാത്രം എന്നല്ല, ഒരിക്കലെങ്കിലും എന്നാണ്. ഏറ്റവും കുറഞ്ഞത് കുമ്പസാരിക്കാനോ മറ്റു കുദാശകൾ സ്വീകരിക്കാനോ ഒരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് ആളുകളെയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തിരുസഭ ഈ കൽപ്പന രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് എല്ലാവർക്കും ബാധകമായ കാര്യമല്ല. കുമ്പസാരത്തിന് ഒരു സാഹചര്യവും ഇല്ലാതിരിക്കുന്ന ഇടങ്ങളിൽ വസിക്കുന്ന ആളുകൾക്കാണ് ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്ന കൽപ്പന ബാധകമാകുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് കുമ്പസാരിക്കേണ്ടത്? എപ്പോൾ പ്രസാദവരം നഷ്ടപ്പെടുന്നു അപ്പോൾ കുമ്പസാരിക്കണം എന്നതാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ് പ്രസാദവരം? അത് മാമോദീസ കിട്ടുന്ന, മാമോദീസ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന വലിയ കൃപയുടെ സ്രോതസ്സാണ് പ്രസാദവരം. അതെപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? എപ്പോൾ ഒരു വ്യക്തി സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ അറിവോടും കൂടി ഒരു പാപത്തിൻ്റെ ഭാഗമാകുന്നു അപ്പോൾ അയാൾക്ക് പ്രസാദവരം നഷ്ടപ്പെടും. പ്രസാദവരം നഷ്ടപ്പെട്ടാൽ ഒരു കാരണവശാലും കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴാണ് കുമ്പസാരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, എപ്പോൾ എനിക്ക് പ്രസാദവരം നഷ്ടപ്പെടുന്നു അപ്പോൾ ഞാൻ കുമ്പസാരിക്കണം എന്നതാണ്. ഏറ്റവും അടുത്ത് കുമ്പസാരിക്കുക എന്നതാണ് പാപത്തിൽ വീഴുന്നതും പാപത്തിൽ തുടരുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നവർക്കാണ് അത് കൃത്യതയോടെ തിരിച്ചറിയാൻ കഴിയുന്നത്. ഒരാൾ പാപത്തിൽ വീണേക്കാം. ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ഏത് മനുഷ്യനും ഏതു സമയത്തും പ്രസാദവരം നഷ്ടപ്പെടാം. പ്രസാദവരം നഷ്ടപ്പെട്ടാൽ ഒരു കാരണവശാലും കുമ്പസാരിക്കാതെ പ്രസാദവരം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നതറിയണം. അതുകൊണ്ട് തന്നെ ആണ്ടിലൊരിക്കൽ അല്ല, എപ്പോൾ പ്രസാദവരം നഷ്ടപ്പെടുന്നു അപ്പോഴാണ് കുമ്പസാരിക്കേണ്ടത് എന്നതാണ് തിരുസഭയുടെ പ്രബോധനം.